നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ സങ്കടപ്പെടരുത്, തളർന്നു പോകാതിരിക്കാൻ ഞാൻ പറഞ്ഞു തരുന്ന ഈ ദുആ നീ ജീവിതത്തിലൂടെ നീളം കൊണ്ടു നടന്നാൽ മതി. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താണ് നബിയേ? മുത്തറസൂല് പറഞ്ഞു തുടങ്ങുകയാണ്, അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദുആയാണ്. ഗൾഫിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഇത് പറയണേ മണ്ണാർക്കാടുകാരാ, ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോ പറയണേ ചെറുപ്പക്കാരാ, കട തുടങ്ങാൻ ഇറങ്ങുമ്പോ പറയണേ ചെറുപ്പക്കാരാ, രക്തം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോ പറയണേ ചെറുപ്പക്കാരാ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെ സ്നേഹം നിന്റെ ഖൽബിൽ തിരിച്ചു കിട്ടാൻ ഈ പ്രാർത്ഥന നീ പറയണേ. ആരംഭ റസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ്. 3 ഭാഗമായിട്ടാണ് ദുആ. ഒന്നാമത്തെ ഭാഗം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ്. യാ ഹയ്യു യാ ഖയ്യൂം ഒന്ന് പറഞ്ഞു നോക്ക്. നമുക്ക് ജീവിതത്തിൽ വലിയൊരു നേട്ടമല്ലേ, ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ അങ്ങ് പോയി നഷ്ടം വന്നു പോകണ്ട. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ് എന്ന് പറഞ്ഞാൽ, അല്ലയോ കഴിവുള്ളവനായ ശക്തിയുള്ള അള്ളാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ദിക്ർ. മഹാന്മാര് മുഴുവനും ചൊല്ലിയിട്ടുണ്ട്. വലിയ വലിയ ഉസ്താദുമാരെ ദുആ ചെയ്യാൻ നിങ്ങൾ കൊണ്ടുവന്നിരുത്തി നോക്ക്. അത്തിപ്പറ്റ ഉസ്താദിനെ, കോയക്കുട്ടി ഉസ്താദിനെ, സയ്യിദന്മാരെ, തങ്ങന്മാരെ കൊണ്ടുവന്നിരുത്ത്. അവരൊക്കെ ആദ്യം ദുആ തുടങ്ങുമ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ് എന്ന് പറയുന്ന കേൾക്കാം. അത് വെറുതെയല്ലല്ലോ. ആയിരക്കണക്കിന് ആളുകൾ തന്റെ നാവിൻ തുമ്പിലൂടെ ലോകത്തിന് സമർപ്പിച്ച മുത്തറസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞുകൊടുത്ത 3 കണ്ടന്റ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാഗമാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ്. സഹോദരിമാരൊക്കെ പഠിക്കണം. വലിയ സങ്കടമാണ്, ലോകത്ത് എത്രയോ ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്കൊരു ഉപകാരമാകട്ടെ. രണ്ടാമത്തെ ഭാഗം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, അസ്ലിഹ് ലീ ശഅനി കുല്ലഹു. അസ്ലിഹ് ലീ, അസ്ലിഹ് ലീ, സ്വലാഹിന്റെ അസ്ലിഹ്, അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, അസ്ലിഹ് ലീ ശഅനി കുല്ലഹു. എന്റെ എല്ലാ കാര്യങ്ങളും നീ ഭംഗിയാക്കി തരണേ അല്ലാ. അസ്ലിഹ് ലീ ശഅനി കുല്ലഹു. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ദുആയാണ് പഠിക്കേണ്ടത്. എളുപ്പത്തിലുള്ള ഒരു ഖുൽ ഹുവല്ലാഹും പഠിക്കും, ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിയും പഠിക്കും, പിന്നെ ഒരു ബോധവുമില്ല. അങ്ങനെ ആവരുത്. അപ്പോ അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും നീ ഭംഗിയാക്കി തരണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിന്റെയും ആഖിറ ലോകത്തിന്റെതും. ജോലി, രോഗം, ഭക്ഷണം, സിയാറത്ത്, യാത്ര, പ്രഭാഷണം, നമ്മുടെ സദസ്സുകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ വാഹനം, എല്ലാത്തിലും നീ ഖൈർ തരണം. അസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കണേ റബ്ബേ. 2 ഭാഗമായി. ഒന്ന് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ് അസ്ലിഹ് ലീ ശഅനി കുല്ല. നീ ഒരൊറ്റ വരി കൂടിയേ ഉള്ളൂ. ആ ആദ്യത്തെ 2 ഭാഗം നിങ്ങൾ മറന്നുപോയാലും ഈ 3ാമത് പറയുന്ന വരി നിങ്ങൾ മറക്കാൻ പാടില്ല. ഈ 3ാമത് പറയുന്ന വരി നിങ്ങൾ മറക്കാൻ പാടില്ല. അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തകിൽനി, നീ എന്നെ ഏൽപ്പിക്കരുതേ, ഇലാ നഫ്സി, എന്റെ ശരീരത്തിലേക്ക് നീ ഏൽപ്പിക്കരുതേ, തുർഫത ഐൻ, കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും കാര്യങ്ങളൊന്നും നീ എന്നെ ഏൽപ്പിക്കല്ലേ അല്ലാ. ഒരു കാര്യവും എന്നെ കൊണ്ട് പറ്റൂല. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല, വിരലനക്കാൻ പറ്റൂല, യാത്ര ചെയ്യാൻ പറ്റൂല, പ്രസംഗിക്കാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല. അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. കണ്ണടച്ചു തുറക്കുന്ന കാര്യം പോലും എന്നെ ഏൽപ്പിക്കല്ലേ അല്ലാ, എന്നെ ഏൽപ്പിക്കല്ലേ അല്ലാ, എന്നെ ഏൽപ്പിക്കല്ലേ അല്ലാ. 4 വർഷം കൊണ്ട് കണ്ണു തുറക്കാതെ കിടക്കുന്ന ഒരു സഹോദരൻ കോഴിക്കോട്, അനസ് എന്ന പേരുള്ള പൊന്നുമോന്, 16ാമത്തെ വയസ്സിൽ തലയുടെ പുറകിൽ ഞരമ്പു ചുരുങ്ങുന്ന രോഗം,
എത്രയോ ശരീരത്തിൽ എത്രയോ ഞരമ്പുകളുണ്ട്. അല്ലാഹുവേ, ആ തലയുടെ പുറകിലെ ഞരമ്പ് ചുരുങ്ങിപ്പോയി. ആദ്യം സംസാരം നഷ്ടപ്പെട്ടു, പിന്നെ തളർന്നു വീണു. ഇന്നും വാട്ടർ ബെഡിന്റെ മുകളിൽ 14-ാമത്തെ വയസ്സിൽ 16-ാമത്തെ വയസ്സിൽ വീണുപോയ സഹോദരൻ 4 വർഷം കൊണ്ട് കണ്ണ് തുറന്നിരിക്കുകയാണ്, അടയുന്നില്ല.